ഒരു കഥ കേട്ടാലോ? പണ്ടൊരിക്കൽ വളരെ സൗഹാർദ്ദത്തിലായിരുന്ന ഒരു രാജാവും മന്ത്രിയും കൂടി നായാട്ടിനായിട്ട് കാട്ടിലേക്ക് ഇറങ്ങി. കാടിൻ്റെ സൗന്ദര്യം ഇങ്ങനെ കണ്ട് ആസ്വദിക്കുന്നതിനിടയിൽ ഒരു കരിമ്പിൻ തോട്ട് കണ്ടപ്പോൾ രാജാവിനൊരു കൗതുകം, കരിമ്പ് കഴിക്കണമെന്ന്. ഇത് മുറിച്ചെടുക്കുന്ന ഇടയിൽ അതിൻ്റെ ഇല കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈയൊന്ന് മുറിഞ്ഞു, ചോര കണ്ടു, സ്വല്പം വേദനിച്ചു. പെട്ടെന്ന് ഇങ്ങനെ കോപം വരുന്ന രാജാവാണേ. മന്ത്രി ഒന്ന് പറഞ്ഞു, എല്ലാം നല്ലതിനായിരിക്കും രാജാവേന്ന്. ഇത് കേട്ട ഉടനെ ക്ഷിപ്രകോപിയായിട്ടുള്ള രാജാവിന് ദേഷ്യം വന്നു. അദ്ദേഹം ഞാനൊരു പ്രതിസന്ധി ഘട്ടത്തിലിരിക്കുന്ന സമയത്ത് നല്ലതിനായിരിക്കും എന്നാണോ പറയണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ തൊട്ടടുത്തുള്ള ഒരു പൊട്ടക്കിണറ്റിൽ കൊണ്ട് ഇടുകയാണ് ചെയ്യുന്നത്. മന്ത്രിയെ ഇങ്ങനെ ചെയ്ത ശേഷം രാജാവ് വീണ്ടും സ്വന്തമായിട്ട് കാട്ടിലൂടെ ഇങ്ങനെ കുറേ ദൂരം നടന്നു. ദിശയറിയാതെ മുന്നോട്ടേക്ക് പോയ രാജാവ് കാട്ടുവാസികളുടെ പിടിയിലകപ്പെട്ടു. അന്നാണെങ്കിൽ അവർക്ക് ബലി കൊടുക്കാൻ ഒരാളെ കിട്ടാതിരിക്കുന്നൊരവസരത്തിലാണ്. ഈ സമയത്ത് ഈ രാജാവിനെ കണ്ടപ്പോൾ ആ കാട്ടുവാസികൾക്ക് ഭയങ്കര സന്തോഷമായി. ഏറെക്കുറെ രാജാവിനെ മനസ്സിലായി സംഗതി പെശകായെന്ന്. പലതരത്തിൽ രാജാവ് പറഞ്ഞു നോക്കി, അവർക്കതൊന്നും മനസ്സിലായില്ല. ഉദ്ദേശിച്ച സമയത്തി ബലിതർപ്പണത്തിനായി കുളിപ്പിച്ചു. മൂപ്പന് മുന്നിൽ എത്തിച്ച സമയത്ത് അദ്ദേഹം അവിടെ പറയാണ്, മുറിഞ്ഞ ശരീരം ഒരിക്കലും ബലിക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അത് കേട്ടുകൊണ്ട് രാജാവിന് ഭയങ്കര സന്തോഷമായി. തിരിച്ച് പ്രാണരക്ഷാർത്ഥം ഓടി വന്ന രാജാവിനെ തൻ്റെ മന്ത്രിയെ ആ കിണറ്റിലേക്ക് ഉന്തിയിട്ടല്ലോ എന്നുള്ള വേദനയോടുകൂടി മന്ത്രിയോട് ഉറക്കെ വിളിച്ചു പറയും, അവിടെ നിന്ന് തന്നെ രക്ഷപ്പെടുത്താനുണ്ടായ കാരണം ആ മുറിവാണെന്നുള്ളത്. അപ്പം ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന മന്ത്രി പറയാണ്, ഞാനും രക്ഷപ്പെട്ടു. അപ്പോൾ രാജാവ് ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നെ ഉന്തിയിട്ടതും ഇത്ര പോസിറ്റീവായിട്ട് എങ്ങനെയാണ് നിനക്ക് കാണാൻ പറ്റുന്നത്? അതായത് രാജാവേ, ആ ബലിതർപ്പണത്തിനിടയിൽ നിങ്ങളെ അവർക്ക് പറ്റില്ലെന്ന് അറിഞ്ഞപ്പോൾ ഒരുപക്ഷെ ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ അതിനു വേണ്ടി അവർ ഉപയോഗിച്ചേനെ. അങ്ങ് എന്നെ ഈ കിണറ്റിലേക്ക് ഉന്തിയിട്ടത് കൊണ്ട് ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അത് കേട്ട് രാജാവിനെ സന്തോഷമായി. കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഈ കഥയുടെ സാരാംശത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ജീവിതത്തിൽ തീരെ പ്രതീക്ഷിക്കാതെ പലപ്പോഴും പ്രശ്നങ്ങൾ വരാം. അത് ജീവിതത്തിൻ്റെ സ്വഭാവമാണ്. ഇത്തരത്തിലുള്ള രംഗങ്ങളിൽ നമ്മൾ നിരാശയോടുകൂടി അതിനെ കാണാതെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിച്ചാൽ നമുക്ക് വിജയം മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രകൃതിയിൽ, പ്രപഞ്ചത്തിൽ ശുഭാപ്തി വിശ്വാസത്തിന് അത്രമാത്രം ശക്തിയുണ്ട്. മന്ത്രിയുടെ വാക്കുകൾ എന്തിനേയും, നമുക്ക് വന്നുപെടുന്ന ഏത് പ്രതിസന്ധിയെയും ശുഭാപ്തി വിശ്വാസത്തോടെ കാണാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന്, നമുക്ക് വലിയ സമാധാനം ഉണ്ടാവും. 2, ടെൻഷൻ കൂടാതെ മുന്നോട്ടേക്ക് പോകാൻ പറ്റും. കൂടാതെ എവിടെയും സമാധാനത്തോടു കൂടിയുള്ള ഒരു വിജയത്തെ നമ്മളിലേക്ക് എത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലും എല്ലായ്പ്പോഴും ജീവിതത്തിൻ്റെ സ്വഭാവമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോഴും എന്തിനേയും നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി സ്വീകരിക്കാം. അതോടുകൂടി അതിനെ സോൾവ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കട്ടെ. നന്ദി.